എത്രയും സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികൾ കുറച്ചു കാലമായി സമസ്തക്ക് ഒരു നട്ടലുള്ള പ്രസിഡന്റ് വന്നതിൻ്റെ ശേഷം, ജിബിരി മുത്തുക്കോയ തങ്ങൾ വന്നതിൻ്റെ ശേഷം സമസ്ത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറേ പ്രയാസങ്ങൾ നമ്മൾ നോക്കിക്കാണും. എന്തുകൊണ്ടുണ്ടായാലും നമുക്കൊക്കെ അറിയാം, ഇത് ആദ്യം അനുഭവിച്ച കേരളത്തിലെ ഒരു മതപണ്ഡിതനാണ് എ.പി. അബൂബക്കർ മുസ്ലിയാർ. അത് കഴിഞ്ഞിട്ട് ഈ പീഡനങ്ങളും ഇവരക്രമവും രണ്ടാമത് രാഷ്ട്രീയപരമായിട്ട് അവരെ നേരിട്ട ഒരു പ്രസ്ഥാനമാണ് നാഷണൽ ലീഗ് സയ്യിദ് സാഹിബ് നേതൃത്വം നൽകുന്ന. അത് കഴിഞ്ഞിട്ട് മുസ്ലിം സഖാക്കൾ ഇവരെ കൊള്ളരായ്മ വിളിച്ചു പറഞ്ഞാൽ അതിനുവേണ്ടി പീഡനം അനുഭവിച്ച് നാട്ടിലെ ജീവിതം കൂലിപ്പണിക്കാരൻ്റെ കഞ്ഞിമുടി പൊട്ടിക്കലും അവരെ മക്കളെ കല്യാണം മുടക്കലും അവനെ ഏതൊക്കെ നിലക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് മുന്നോട്ട് പോകുന്നവരാണ് ഈ നാട്ടിലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും അതിൻ്റെ നേതാക്കളും. അതിനൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ അടുത്ത കാലത്ത് മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തിയും അവർ കേരളം ഭരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ അവരെതിർക്കുന്നവർക്കൊക്കെ ഒരു നിലനിൽപ്പുണ്ടായത്. അതിൻ്റെ മുമ്പ് നാട്ടിൽ ഏത് നിലക്കും അവരെ ഭയപ്പെട്ടുകൊണ്ട് അവരെ കൂട്ടത്തിൽ വെറുത്തിട്ടാണെങ്കിലും അവർ കൂടെ നിൽക്കാഞ്ഞാൽ സമൂഹത്തിൽ ഒന്നുമല്ലാതായിത്തീരുമെന്ന് കരുതി ആ വളക്കുച്ചിൽ വീണ കുറേ വ്യക്തികൾ അന്നുണ്ട് ഇന്നുണ്ട്. അവർക്ക് അവസാനം നാട്ടിൽ എന്ത് ചെയ്താലും അവനെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അവൻ്റെ അംഗീകാരം മറ്റുള്ളവർ അംഗീകാരം ലഭിക്കാനോ അവർ സമ്മതിക്കൂല. എന്ത് കുറ്റം കുറവുണ്ടാലും ഓൻ ലീഗല്ല എന്നുള്ളൊരു വരവാണ് അവസാനം വരിക. അപ്പോൾ നമ്മളിതിലൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, സമസ്തക്കുള്ള ബഹിഷ്കരണം, സമസ്ത ജിബിരി മുത്തുക്കോയ തങ്ങളെ തെറി വിളിക്കാനും അവരുടെ കൂടെ നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ അവരെ പത്രം കത്തിക്കുന്ന ഒരു പത്രമാധ്യമം ധർമ്മം നിലനിർത്തിയത് കൊണ്ട് അവർക്ക് വരുന്ന പ്രയാസങ്ങൾ, ഒരു നാഷണൽ ലീഗുകാരൻ അതിൻ്റെ എളിയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക്, ഒരു ജില്ലാ ഭാരവാഹി എന്നുള്ള നിലക്ക് നിങ്ങളെ പത്രം ബഹിഷ്കരിക്കാനും അതിൻ്റെ മുടക്കം ചെയ്യുമ്പോഴും അത് പോകുമ്പോഴും അതിനൊന്നും നിങ്ങൾക്കൊരു കോട്ടം വരാതെ നിങ്ങളെ സംരക്ഷിക്കാം. സയ്യിദ് സാഹിബിൻ്റെ പ്രസ്ഥാനം ഞങ്ങളുണ്ടാകും. അതുപോലെ മുസ്ലിം സമുദായത്തിൽ കേരളത്തിൽ 1 കോടി മുസ്ലിങ്ങളോളം ഉണ്ട്. 94 ലക്ഷം മുസ്ലിങ്ങളുണ്ട്. 18 ലക്ഷം മുസ്ലിങ്ങൾ മാത്രമുള്ള മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചാൽ നിങ്ങളെ പത്രം പൂട്ടൂല, നിങ്ങളെ നിലപാടിന് മാറ്റം വരുത്തണ്ട, നിങ്ങൾക്ക് നിങ്ങളതായ പോവാം. അവർ കുറേ മാനേജ്മെൻറ്റ് സ്കൂളുകളും 48 സഹകരണ ബാങ്കുകളും അതുപോലെ സമൂഹത്തിൽ കുറേ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എല്ലാവരുടെ സപ്പോർട്ടോടും കൂടി സമുദായത്തിൻ്റെ പേരിൽ അധികാരത്തിൽ വന്ന് അവർ തടിച്ചു കൊഴുത്ത് അതിൻ്റെ അപ്പോളസ്റ്റർമാരായി സാംസ്കാരിക നേതാക്കൾ ആയി ചമഞ്ഞുകൊണ്ട് ആത്മീയ നേതാക്കൾ പോലും രാഷ്ട്രീയത്തിൻ്റെ ജീവിതമാർഗമാക്കിയ ഒരു നിലപാടായിട്ട് മുന്നോട്ട് പോവാണ്. എന്നാൽ യഥാർത്ഥ ആത്മീയ നേതാക്കൾ സമസ്തൻ്റെ ജിബിരി മുത്തുക്കോയ തങ്ങളും അവരെ കൂടെ നിൽക്കുന്നവരാണ് എന്നുള്ളത് പൊതുജനം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെള്ളം ചേർക്കാതെ ഈ വളക്കുചിൽ വീകാതെ സത്യസന്ധമായ പൊതുപ്രവർത്തനം നടത്തി സത്യസന്ധമായ ഇസ്ലാമിൻ്റെ മുന്നോട്ടുള്ള കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു തകർച്ചയുണ്ടാവില്ല. നിങ്ങളെ പത്രം നിലനിർത്താൻ വേണ്ടി 18 ലക്ഷത്തോളം വരുന്ന മുസ്ലിം ലീഗുകാരല്ലാത്തവർ ഈ കേരളത്തിലുണ്ട്. ഞങ്ങൾ മുൻപന്തിയിലിറങ്ങും. ഒരു 3000-4000 കോപ്പിയൊക്കെ മലപ്പുറം ജില്ലയിൽ നിങ്ങൾക്ക് അതിന് വരിക്കാരുണ്ടാക്കി തരാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങൾ നിങ്ങളെ കൂടെ നിൽക്കും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നിൽക്കുന്ന ഈ ആത്മീയ നേതാവ് ഞാൻ വോട്ട് ചെയ്താണ് മൂപ്പര് 26-ാം തീയതി മടങ്ങി വരുമ്പോൾ എല്ലാം അടക്കി പിടിച്ച് വായത് വരുന്ന ഒരു വരവാണ് ജിബിരി മുത്തുക്കോയ തങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ സഹകരണ ബാങ്കും ഈ സ്വകാര്യ സ്കൂളുകളും സമ്പാദിക്കാൻ വേണ്ടി ആത്മീയ നേതാക്കളാണെന്ന് പറഞ്ഞ് കുപ്പായിട്ട് നടക്കുന്ന മതമേലധ്യക്ഷന്മാരും അവരുടെ നിക്കാവിനും കല്യാണത്തിനും പണം വാങ്ങി വരുന്ന ഇവരെപ്പോലെ നിൽക്കുന്നവരാണ് മുസ്ലിം സമുദായം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. മാധ്യമം പത്രം മുമ്പ് തുറന്നെഴുതുമായിരുന്നു. അന്ന് കേരള സമൂഹം മാധ്യമത്തിനെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ മാധ്യമം ചന്ദ്രികൻ്റെ വേറൊരു കോപ്പിയായി മാറി. അതുപോലെ തന്നെ മാതൃഭൂമി, മനോരമയും മാധ്യമവും ചന്ദ്രികയൊക്കെ ഇപ്പോൾ ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണ്. അല്ല, നിഷ്പക്ഷമായിട്ട് ഈ രാജ്യത്തെ നിലപാടുകൾ തുറന്നെഴുതാൻ സുപ്രഭാതത്തിന് കഴിയുകയാണെങ്കിൽ ആ സുപ്രഭാതം ഈ നാട്ടിൽ നിലനിർത്താം. PDP-നെ പോലെയും നാഷണൽ ലീഗിനെ പോലെയും മുസ്ലിം സമുദായത്തിനെ പോലെ നിൽക്കും. അല്ല, ലീഗിൻ്റെ അച്ചാരം വാങ്ങിക്കാണ്ട് പ്രവർത്തനം നടത്തുന്ന STP-നെ പോലെയും ജമാഅത്ത് ഇസ്ലാമിനെ പോലെയും അവരെ പത്രത്തിനെ പോലെ അല്ലാതെ
നട്ടലുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന നട്ടലുള്ള ജിബിരി മുത്തുക്കോയ തങ്ങളുടെ പ്രസ്ഥാനമായി നിങ്ങൾ മാറുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കോട്ടം വരാതെ എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്ഥാനത്തിനെ കേരളത്തിൽ നിലനിർത്താൻ വേണ്ടി ഇടതുപക്ഷം എത്ര കഷ്ടപ്പെട്ടുണ്ടോ അത് നിങ്ങൾക്കും ആനുകൂല്യം കിട്ടും. നിങ്ങളും തളരാതെ മുന്നോട്ട് പോവുക. നാഷണൽ ലീഗിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും നിങ്ങൾക്ക് ഞങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.